ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് ഒരു സാരി ബ്ലൗസ് കട്ടിംഗ് ആണ്. അതിന് ഞാൻ തുണി ഇതേപോലെ ഡബിളായി മടക്കി വെച്ച് മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് ബ്ലൗസ് എത്ര ഇറക്കം വേണോ അതിനേക്കാളും 3/4 ഇഞ്ച് കൂടുതൽ വെച്ച് മാർക്ക് ചെയ്യണം. കഴുത്ത് 2.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ 5.25, 10 ഇഞ്ച് ഷോൾഡർ ഉണ്ടാവും. കഴുത്ത് ഇറക്കം 6 ഇഞ്ച് വെച്ചിട്ടുണ്ട്. 6 ഇഞ്ചല്ല, ഇത് കുറച്ച് പ്രായമുള്ളവരുടെ ബ്ലൗസാണ്. റിഗാള് 6.5. താഴത്തെ വശം 4-1 വശം വെച്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. 3/4 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യണം. അതുപോലെ മുകളിലത്തെ വശവും എത്രയാണോ അളവ് അതിന് കണക്കായി വെച്ച് മാർക്ക് ചെയ്യുക. സ്കെയിലിൻ്റെ ഷേപ്പുള്ള വശം വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഉൾവശം കഴുത്ത് എത്ര ഇറക്കം വേണോ അതിന് കണക്കായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് കഴുത്ത് കുറഞ്ഞ കഴുത്താണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതലുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ മാർക്കിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് കഴുത്ത് കട്ട് ചെയ്യുന്നത്. സൈഡ് 1 ഇഞ്ച് കൂടുതൽ വെച്ച് മാർക്ക് ചെയ്യണം. അതായത് നമ്മൾ മാർക്ക് ചെയ്തതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ വെക്കുക. അത് നമ്മുടെ തയ്യൽ തുണിയാണ്. അതിനുശേഷം ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി തുണി ഡബിളായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ബാക്ക് വശം എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക. ഒരു ഇഞ്ച് കൂടുതൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. അത് നമുക്ക് ഇതിൻ്റെ ടക്കടിക്കാനുള്ളതാണ്. മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിൽ കൂടെ കട്ട് ചെയ്തിങ്ങെടുക്കുക. അതുപോലെ നമുക്ക് കഴുത്ത് എത്രയാണോ വേണ്ടത് അത് ബ്ലൗസിൻ്റെ അളവിന് കറക്റ്റായിട്ട് വേണമെങ്കിൽ ബ്ലൗസ് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ലൈനിലേക്ക് കൂടെ തന്നെ ഇതേപോലെ കട്ട് ചെയ്യണം. നമ്മളതിൻ്റെ ഫ്രണ്ട് വശം ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയണം. റിഗാളിൻ്റെ ഇടയ്ക്ക് നിന്ന് 1/4 ഇഞ്ച് ഉള്ളോട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. എന്നാലേ ബ്ലൗസ് ശരിക്കും അവിടെ ഒട്ടി കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ ലൂസായിട്ട് തോന്നും. അതിനുശേഷം നമുക്ക് ടക്കടിക്കാനുള്ള മാർക്ക് ചെയ്യണം. ഏകദേശം 9.5-10 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. സൈഡ് 2.5 ഇഞ്ച് വെക്കുക. അങ്ങനെ 4 ടക്ക് അടിക്കാനുള്ളത് ഇതേപോലെ
മാർക്ക് ചെയ്യുക. താഴത്തെ ബ്രേസർ കട്ടിങ്ങിനുള്ളതാണ് ഈ മാർക്ക്. അവിടെ നിന്ന് ബ്രേസർ കട്ടിങ്ങിൻ്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ കൈയുടെ തുണിയാണിത്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ 4 മടക്കുകയാണ്. കൈ 4 ഇതുപോലെ മടക്കി നമ്മൾ തയ്യൽ തുണിക്ക് വേണ്ടി 1/2 ഇഞ്ച് വെക്കുക. അതിനുശേഷം കൈയുടെ അളവ് എത്രയാണോ ആ അളവിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. വണ്ണത്തിൻ്റെത് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് റിഗാള് അകത്തോട്ട് മാർക്ക് ചെയ്യണം. അതുപോലെ അവിടെ കൈയുടെ ലൂസ് മാർക്ക് ചെയ്യാം. അവിടെയും സ്കെയിലിൻ്റെ ഉൾവശമാണ് മാർക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാനുള്ള ഒരു രീതിയാണിത്. ഇനി നമ്മുടെ കൈയുടെ ഫ്രണ്ട് വരുന്ന വശം 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയണം. കൈ നല്ല ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം. ഇതാണ് നമ്മുടെ ബ്ലൗസ് കട്ടിങ്.